ഓപ്പറേഷൻ നുഗൂറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ താരം ദുൽഖർ സൽമാന്റെ വീട്ടിൽ പരിശോധനകൾ നടക്കുകയും ദുൽഖറിന്റെ 2004 രജിസ്ട്രേഷനിലുള്ള ലാൻഡ് റോവർ ഡിഫൻഡർ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തന്റെ വാഹനങ്ങൾ വിട്ടു നൽകണമെന്ന പരാതിയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ദുൽഖർ. വാഹനങ്ങൾ വാങ്ങിയത് നിയമവിധേയമായിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാതെ വാഹനം പിടിച്ചെടുത്തത് നിയമവിരുദ്ധമാണെന്നും പിടിച്ചെടുത്ത വാഹനം തിരികെ വിട്ടു നൽകാൻ നിർദ്ദേശിക്കണമെന്നുമാണ് ദുൽഖർ സൽമാൻ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാഹനത്തിന്റെ കൈവശാവകാശം, ഉടമസ്ഥാവകാശം, വാഹനം നേരത്തെ ആരെല്ലാം ഉപയോഗിച്ചിരുന്നു, ആരിൽ നിന്നാണ് കൈമാറിയത് തുടങ്ങിയ രേഖകൾ അധികൃതർക്ക് മുന്നിൽ ഹാജരാക്കാം. കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ടില്ലെന്ന ആരോപണം വസ്തുതാ വിരുദ്ധമാണ്. തന്റെ പ്രതിനിധികൾ ചില രേഖകൾ ഹാജരാക്കിയെങ്കിലും അതൊന്നും പരിശോധിക്കാതെയാണ് ഉദ്യോഗസ്ഥർ വാഹനം പിടിച്ചെടുത്തതെന്നും ദുൽഖർ സൽമാൻ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ തന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന പ്രവൃത്തികളാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചതെന്നും ദുൽഖർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ, കള്ളക്കടത്ത്, ലഹരി മരുന്ന് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്തെന്ന തരത്തിലുള്ള വാർത്തകളും ദുൽഖർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കൃത്യമായ രേഖകളോടെ രജിസ്റ്റർ ചെയ്താണ് വാഹനം വാങ്ങിയത്. വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് തനിക്കേറെ നാണക്കേടുണ്ടായതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പല ആരോപണങ്ങളും തന്റെ യശസ്സിന് കളങ്കം വരുത്തിയതായും ദുൽഖർ വ്യക്തമാക്കുന്നു. ഇൻവോയ്സ് അനുസരിച്ച് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് ന്യൂഡൽഹിയിലെ റീജിയണൽ ഡെലിഗേഷന് വേണ്ടി ഇറക്കുമതി ചെയ്തതാണ് വാഹനമെന്നും അദ്ദേഹം പറയുന്നു. താൻ വാഹനം വാങ്ങിയത് ആർത്തി മോട്ടോഴ്സിൽ നിന്നാണ് എന്നും ദുൽഖർ വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹന കൈമാറ്റം എല്ലാ വിധത്തിലും നിയമവിധേയമായി ഗതാഗത വകുപ്പിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിശ്വാസത്തിലാണ് താൻ വാഹനം വാങ്ങിയത്. ഇൻവോയ്സും കസ്റ്റംസ് രേഖകളും വാഹനത്തിന്റെ ഇറക്കുമതി നിയമപരമാണെന്നാണ് തെളിയിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു വാഹനം എങ്ങനെയൊക്കെ 2004 മുതൽ കൈമാറിയെന്നത് തിരിച്ചറിയാനുള്ള സംവിധാനം ഇല്ലെന്നും ദുൽഖർ പറയുന്നുണ്ട്. എന്തായാലും ഭൂട്ടാൻ വാഹനക്കടത്തിന്റെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോകുന്നവർക്ക് കൂടുതൽ ശ്രമകരമാകും ദൗത്യമെന്നത് ഉറപ്പാണ്. കാരണം ഇതിന്റെ പിന്നാമ്പുറങ്ങളിലുള്ള ശക്തി കേന്ദ്രങ്ങൾ അധികാരത്തിലുള്ളവരുമായി ഇഴചേർന്നവർ തന്നെയാകാനാണ് സാധ്യത.